കാസർകോട്ടേക്ക് കുമ്പള സ്കൂളിൽ പലസ്തീൻ അനുകൂല മൈം അവതരിപ്പിച്ചതിനെ തുടർന്ന് നിർത്തിവെച്ച കലോത്സവം ഇന്ന് വീണ്ടും നടത്തും. ഇടയ്ക്ക് ഒരു കട്ടനിട്ട് കളഞ്ഞു അധ്യാപകർ. ആരോപണ വിധേയരായ ഈ അധ്യാപകരെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വേദി 1-ൽ ഇതേ മൈം അവതരിപ്പിക്കും. വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ് കാസർഗോഡ് നിന്ന്. ഷഹദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ മൈം കാണിച്ച അധ്യാപകരെ മാറ്റിയോ? എന്തായാലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഈ അധ്യാപകരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ PTA-യുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഉന്നയിച്ച 2 ആവശ്യങ്ങളാണ്. ഒന്ന്, കലോത്സവം വീണ്ടും നടത്തണം. ആ കലോത്സവത്തിൽ ഈ മൈം അവതരിപ്പിക്കാനുള്ള സമയം അവർക്ക് അനുവദിക്കണം എന്നുള്ളത്. മറ്റൊന്ന്, ഈ ആരോപണ വിധേയരായിട്ടുള്ള അധ്യാപകർ അവരെ മാറ്റി നിർത്തണം എന്നൊരാവശ്യമാണ്. എന്തായാലും ഇപ്പോൾ 2 ആവശ്യവും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിനും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ തന്നെ ഈ അധ്യാപകർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. മാത്രവുമല്ല, അടുത്ത ദിവസം തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ ഈ വിഷയത്തിൽ PTA ഇപ്പോൾ ഈ DDA അറിയിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്നത് 2 അധ്യാപകരാണ്. ഈ 2 അധ്യാപകർക്ക് പുറമെ മറ്റ് കുറച്ച് അധ്യാപകർ കൂടി ഇതിൽ പങ്കുണ്ട് എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ PTA ഒക്കെ ഈ DDA അറിയിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം, സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ കൂടി അവർ നൽകിയിട്ടുള്ള പ്രേരണ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ അധ്യാപകർ ഈ കർട്ടൻ താഴ്ത്തുകയും പിന്നീട് കലോത്സവം തന്നെ മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ കലോത്സവം ഉച്ചയ്ക്ക് 12 മണിക്ക്, ഇന്ന് നടക്കാൻ പോകുന്ന കലോത്സവത്തിൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ മൈം അവതരിപ്പിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് BJP-യുടെ ഒരു പ്രതിഷേധം അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എത്ര മണിക്കാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വിവരം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ BJP-യുടെ ഒരു പ്രതിഷേധം ഈ പരിപാടി നടക്കുന്ന ഇടത്തേക്ക് ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കനത്ത പോലീസ് കാവലിലായിരിക്കും ഇന്ന് ഈ പരിപാടി നടക്കുക. എന്തായാലും 4 വേദികളിലായിട്ടാണ് ഈ സ്കൂളിൽ കലോത്സവം നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.